ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ പഴയ ഒരു റെസിപ്പിയാണ് നാൻകട്ടായി. നാൻകട്ടായി എന്നും നാൻകട്സ് എന്നൊക്കെ പറയും. നാൻകട്സ് എങ്ങനെ അല്ലെങ്കിൽ നാൻകട്ടായി എങ്ങനെ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കാമെന്ന് നമുക്ക് കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. നാൻകട്ട ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കുക്കീസാണ്. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് 1 കപ്പ് മൈദ ഈ ബോളിലേക്ക് ഇടാം. 1 കപ്പ് എന്ന് പറയുമ്പം നമ്മൾ 120 ഗ്രാം ആയിരിക്കും. മൈദ എപ്പോഴും ഒന്ന് തള്ളി എടുക്കുവാണെങ്കിൽ, അരിപ്പേ കൂടെ തള്ളി എടുക്കുവാണെങ്കിൽ നല്ലതാണ്. 120 ഗ്രാം മൈദ, 1 കപ്പ്. അതിലേക്ക് പൗഡേർഡ് ഷുഗർ നമുക്ക് വേണ്ടേ, 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര. പൊടിച്ച പഞ്ചസാര തന്നെ അരിപ്പയിൽ തള്ളിയെടുത്തേക്കുന്നത് വളരെ ഫൈനായിട്ടുള്ള പൗഡേർഡ് ഷുഗറാണ്, കട്ടകളില്ലാണ്ട് എടുക്കുക. 1/2 കപ്പ്. നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, അതേപോലെ 1/2 കപ്പ് നെയ്യ്. 1/2 കപ്പ് നിറച്ചൊഴിക്കേണ്ട വരത്തില്ല, കുറേശ്ശെ ഗ്രാജുവലി ഒഴിച്ച് ചേർക്കാം. അപ്പോൾ ആദ്യം മൈദയും പഞ്ചസാരയും ഉപ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് നെയ്യുടെ ഒരു 1/2 ഭാഗം ഒഴിക്കുക. മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഒഴിക്കുക. ഫുള്ള് നമുക്ക് ആവശ്യം വരത്തില്ല. അപ്പോൾ ഇത് മെൽറ്റഡ് ഗീ ആണ്, ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുത്ത ഗീ ആണ്. പിന്നെ പോലെ ഒരു ഡോ പോലെ ആവണം. അപ്പോൾ നോക്കിയാൽ 1/2 കപ്പിൻ്റെ ഒരു 1/4 ഭാഗമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത്രയും ഗീ ബാക്കിയുണ്ട്. ഇത്രയും മതിയാവും. നമ്മളെപ്പോഴും മൈദ എടുക്കുന്ന അളവനുസരിച്ച് കുറച്ച് നമ്മൾ ഗീയുടെ ആവശ്യം വ്യത്യാസം വരും. എപ്പോഴും നന്നായിട്ട് ബൈൻഡ് ചെയ്ത് കിട്ടണം ഇതേപോലെ. ഇനി ഇത് ചെറിയ ഉരുളകളാക്കി നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് വെക്കാം. ബേക്കിംഗ് ട്രേയിൽ ഞാൻ പാച്ച്മെൻറ്റ് പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരേപോലെ ഡിവൈഡ് ചെയ്ത് മാറ്റാം. ഈ സൈസിൽ ചെറിയ നാരങ്ങ വലുപ്പത്തിൽ ഉരുളകളാക്കി എടുക്കുക. ഇവിടെ ഞാൻ വാനില എസൻസ് ഇടാനായിട്ട് വിട്ടുപോയി. ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഇതിൻ്റെ കൂടെ ചേർക്കണം. വാനില എസൻസ് ചേർക്കാം, അല്ലെങ്കിൽ നമുക്കൊരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ച് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ നാൻകട്ട എല്ലാം അത്യാവശ്യം ചെറിയ വലുപ്പത്തിലെടുത്തേക്കുന്നത്, വലുതായിട്ടല്ല. നമ്മൾ സാധാരണ നമ്മൾ ബേക്കറിയിലൊക്കെ കിട്ടും ഇച്ചിരി വലിയ നാൻകട്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ രീതി വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു 9 എണ്ണമൊക്കെ ഈ അളവിൽ കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ നമുക്കൊരു 12-13 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി 170 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത് അവനിൽ വെച്ചിട്ട് ഒരു 12 to 15 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഒത്തിരി കളർ മാറാൻ പാടില്ല, ആ രീതി ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പം നാൻകട്ട എൻ്റെ അവനിലൊരു 13 മിനിറ്റ്സ് സമയം എടുത്ത് 12 to 15 മിനിറ്റ്സ് സമയത്ത് നമുക്ക് നാൻകട്ട ബേക്ക് ചെയ്യാനായിട്ട് എടുക്കത്തുള്ളൂ. അപ്പോൾ ഇതേപോലെ കിട്ടും, നല്ല പെർഫെക്റ്റ് ടെക്സ്ചറായിട്ട് ഇതേപോലെ കിട്ടും. എപ്പോഴും നാൻകട്ടായി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി നിറം മാറാണ്ട് ബേക്ക് എടുക്കുക. ഇതേപോലെ അധികം കളർ ചേഞ്ച് ചെയ്യാതെ കിട്ടണം. പിന്നെ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്നട്ട്സോ പിസ്റ്റാഷ്യോസോ ഒക്കെ വേണമെങ്കിൽ ചോപ്പ് ചെയ്തോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാവുന്നതാണ്. അതും നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ഇത് എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 3 ആഴ്ചയൊക്കെ കേടുകൂടാണ്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിലൊക്കെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.